നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 7-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോഴുള്ള ഒരാളുടെ കെയറിങ്, ഒരാൾ കെയറേട്ടനാവുന്നതും കെയറേട്ടത്തിയൊക്കെ ആവുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയിലൊന്നാണ് സേവന മനോഭാവം എന്ന് പറയുന്നത്, സർവൻറ്റ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ ശനിയെ ഭൃത്യൻ അല്ലെങ്കിൽ സേവകൻ എന്നും ശൂദ്രൻ എന്നും ഒക്കെയാണ്. ശൂദ്രഗ്രഹമാണ്. ശൂദ്രൻ എന്ന് വിളിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിനെ ജാതീയമായിട്ടാണ് പറയുന്നത്. നമ്മൾ വാസ്തവത്തിൽ കേൾക്കുന്ന ശൂദ്രത്വം എന്ന് പറയുന്നത് ജാതീയത മാത്രമല്ല. ജാതീയത ഇന്ന് നാട്ടിലുണ്ട്, പക്ഷെ ഞാൻ വേറൊരു രീതിയിൽ ഇതിനെ പറഞ്ഞുതരാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു കാരണവന്മാർ പറയുന്നൊരു ചൊല്ലുണ്ട്. അതാണ് ജാതീയതയെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പല ഇന്ന് പറയുന്ന OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ പലരും പറയുന്നുണ്ട്, ഉയർന്ന ജാതിക്കാർ എൻ്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കാറില്ല, ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കഴിക്കും, പക്ഷേ അവരൊന്നും നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ. അതൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞിട്ടുമുണ്ടാവാം. എൻ്റെ കാലഘട്ടത്തിൽ അതൊന്നും അധികം, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സമൂഹവുമായിട്ടും പലതരത്തിലുള്ള ആൾക്കാരുമായിട്ടും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ ഏത് ജാതിയാണെന്നൊന്നും എനിക്ക് വല്ലപ്പോഴും അറിയില്ല. മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നെ കൺസൾട്ടേഷൻ എടുക്കുന്നവർ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരിങ്ങോട്ട് പറയും, സാർ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ മുസ്ലിമാണ്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ അവരിങ്ങോട്ട് ചോദിക്കും. ഞാൻ പറയും, എന്ത് കുഴപ്പം, മനുഷ്യനല്ലേ. അപ്പം എൻ്റെ കൂടെ ഇപ്പം ഞാൻ ശിഷ്യരായിട്ടുള്ള എന്നെ പഠിപ്പിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഏത് ജാതിയാണെന്ന് എനിക്കറിയില്ല. പലരും ഏത് ജാതിയാണെന്ന് അറിയത്തില്ല. നമുക്ക് അടുത്തിടപഴകുന്ന പലരും കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ മാത്രം അറിയാവുന്നത്. പലരും ആരാണെന്ന്, ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ ജനിച്ച വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല എൻ്റെ ഗുരുക്കന്മാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഞാൻ അതിനേക്കാൾ വളരെ കൃത്യമായിട്ട് ജാതീയതയുടെ വേറൊരു രീതി, കാസ്റ്റ് സിസ്റ്റത്തെക്കാട്ടിലും കൂടുതൽ ഭീകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ ശൂദ്രാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് സിസ്റ്റത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഓരോ എടുത്ത് പറയാം. നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട വളരെ സാധുവായിട്ടുള്ള, വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലിയിൽ ഉള്ള ഒരാളും നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട വളരെ സാമ്പത്തികമുള്ള ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഇടപഴകുകയാണെങ്കിൽ, ഒരു സാധു വീട്, ഒരു ഒടിഞ്ഞു വീഴാറായ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തികമുള്ളവർ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയോ ഇടപെടുകയോ ചെയ്യത്തില്ല. എന്നാൽ നായർ വിഭാഗത്തിലും മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വളരെ സമ്പന്നനായ ഒരാളുടെ വീട്ടിലാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിയുകയും ഇടപെടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. തിരിച്ച് നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ, ഹൈ ക്ലാസ് ആയിട്ടുള്ള, ഒരുപാട് സമ്പത്തും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടും നല്ല പൊസിഷൻസിലും ഇരിക്കുന്ന നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ, വളരെ പാവപ്പെട്ടവനായിട്ടുള്ള കൂലി വേലയ്ക്ക് പോകുന്ന ഒരു നായരുടെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കും, ഒരു കാര്യത്തിന് വിളിച്ചാൽ അവർ വന്ന് അവരുടേതായ രീതിയിൽ വന്ന് അങ്ങ് പോകും. വളരെ എക്സ്ട്രീമാണ്. അതുപോലെ തന്നെ ഈഴ വിഭാഗത്തിൽ, ഇതെന്താ, ഈഴ വിഭാഗത്തിൽപ്പെട്ട വളരെ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെ ഒരാൾക്കാർ, ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന വളരെ സമ്പത്തുള്ള ഒരു വീട്ടിലെ ആൾക്കാർ നാട്ടിലൊരു സാധാരണ കൂലിപ്പണിക്കാരനായിട്ടുള്ളൊരു സാധാരണ ഈഴ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വിളിച്ചാൽ വരും, കാണും, സഹകരിക്കും, പോകും എന്ന് വെച്ചിട്ട് വലിയൊരു അടുപ്പമോ. ഇവരുടെയൊക്കെ വീടുകളിൽ ഈ ഉയർന്ന ക്ലാസ്സിൽ പെടുന്നവരുടെ ആൾക്കാരുടെ മെയിൻ ഫങ്ഷൻസിനൊക്കെ ഇവരെ വിളിച്ച് ആ ഉയർന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന പോലെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുമോ? പോട്ടെ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഉയർന്ന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാർ അതേ വിഭാഗത്തിൽപ്പെടുന്ന വളരെ പാവപ്പെട്ടവനായിട്ടുള്ള, വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ അവരുടെ വീട്ടിലെ മെയിൻ ഫങ്ഷന് അവരെ പോലെ തന്നെ കാണാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ അവരുടെ മെയിൻ ഫങ്ഷന് പോകുന്ന പോലെ തന്നെ പോയി ഇടപെട്ട് വരുമോ? മുസ്ലിം വിഭാഗത്തിലും ഇതേപോലെ തന്നെ ഒരു ഉയർന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട പാരമ്പര്യ ഗുണങ്ങളുള്ള, ഒരുപാട് പാരമ്പര്യം അവകാശം പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് കല്യാണം പോലും കഴിപ്പിക്കത്തില്ല.
സാധാരണ മുസ്ലിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് കല്യാണം പോലും കഴിക്കില്ല. കാരണം ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇത് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഷനിൽ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം സാധാരണക്കാരനെ അവരങ്ങനെയാണ്. അപ്പം കാസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ക്ലാസ്സാണ്. ഇപ്പം മുസ്ലിം വിഭാഗത്തിൽ തന്നെ പറഞ്ഞപ്പോൾ അവർ ഉയർന്ന ക്ലാസ്സിൽ പെടുന്ന ഒരാൾ താഴ്ന്ന ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഉയർന്ന ക്ലാസ്സിലുള്ള ഒരു സാധാരണക്കാരൻ്റെ പയ്യന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പെൺകുട്ടിയെ എൻ്റെ മകന് വിവാഹം കഴിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഒരു ഇക്വാലിറ്റി അവിടെ ഉണ്ടാവില്ല. അത് ഞാൻ ഈ എല്ലാ ക്ലാസ്സുകളിലും എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വളരെ ചെറിയൊരു നാടാണ്, വളരെ ഗ്രാമപ്രദേശമായിട്ടുള്ളൊരു സ്ഥലമാണ്, ചെറിയൊരു ടൗണും കേരള കായംകുളവും അതിൻ്റെ ചുറ്റുവട്ടത്തും എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒബ്സർവ് ചെയ്തതിൽ ഇത് കാണാൻ പറ്റും. രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള രീതിയോ ജാതി മതമോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നോക്കിയേ. പണം, അധികാരം, ഉയർന്ന ലെവൽ, മഹാലക്ഷ്മിയുടെ ആ ഒരു പ്രസൻസ് കിട്ടിയവർക്ക് അവർ ആ ഒരു തലത്തിലുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും സമന്മാർ തമ്മിലെ ബന്ധങ്ങളുണ്ടാവും. അതെക്കാലവും അങ്ങനെ തന്നെയായിരിക്കും, എക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. സമന്മാർ തമ്മിലല്ലാതെ ബന്ധമുണ്ടാവണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ അത്രയും മാനസിക അടുപ്പമോ അല്ലെങ്കിൽ രണ്ടുപേരും യോഗികളോ ആയിരിക്കും എന്നുള്ള, അല്ല യോഗിയുടെ നിലവാരത്തിൽ ചിന്തിക്കുന്നവരോ ആയിരിക്കും, അത്ര ആത്മബന്ധമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ സമന്മാരല്ലാത്തവർ തമ്മിലുള്ള ബന്ധം എപ്പോഴും കല്ലുകടിയാവുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കാം, പക്ഷേ സെർവൻറ്റിനെ സെർവൻ്റായിട്ട് തന്നെ കാണും. അതങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ ആ ഒരു ഭൃത്യൻ, ജ്യോതിഷത്തിലെ ഭൃത്യൻ സെർവൻ്റാണ് ശനി എന്നുള്ളത് കൊണ്ട് തന്നെ ശനി നിൽക്കുമ്പോൾ ഒരു സേവന മനോഭാവം ദാമ്പത്യ ജീവിതത്തിൽ വരും എന്നുള്ളതാണ്. ഈ സേവന മനോഭാവത്തോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കളയാതിരുന്നാൽ നിങ്ങൾക്ക് ആ വില കിട്ടുകയും ചെയ്യും. പലപ്പോഴും പല സെർവൻസിനും യജമാനൻ്റെ വിലയില്ലാതായി പോകുന്നത് നിങ്ങളുടെ വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കളയുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യരുത്. അപ്പം ലവ് ലാംഗ്വേജ് ഈസ് ആക്ട്സ് ഓഫ് സർവീസ്. സേവന മനോഭാവമാണ് സ്നേഹം എന്ന് വിശ്വസിക്കുന്ന കേറേട്ടനും ഏട്ടത്തിമാരും. സ്നേഹം എന്നത് വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ പങ്കാളിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനും എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഏട്ടൻ എവിടെ ഇരുന്നോ, ഞാൻ വേണ്ടതിൽ ചെയ്തു തരാം. മീനൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളൊക്കെ എടുത്ത് മാറ്റി അതെടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിയൽ ഒക്കെ ആണെങ്കിൽ മുരിങ്ങക്കോലും അതും ഇതൊക്കെ എടുത്ത് മാറ്റി കൃത്യമായിട്ട് എടുത്ത് വെച്ച് കൊടുക്കും. അപ്പം ഈ ഒരു സ്നേഹപ്രകടനം, സന്തോഷം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു തൻ്റെ യജമാനൻ്റെ സന്തോഷം പിടിച്ചു പറ്റാൻ ഏതുപോലെയാണോ ഒരു ഭൃത്യൻ ഇടപെടുന്നത് അതുപോലെ ചെയ്തു കൊടുക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവും. ഇതാണ് ഇവരുടെ ഒരു സ്നേഹ പ്രകടന രീതി. 7th സാറ്റേൺ അല്ലെങ്കിൽ 7th സാറ്റേൺ നിൽക്കുന്ന ആളുടെ ഭാര്യയ്ക്ക്. അപ്പം ഒരു ചിന്താഗതി, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അതാണ് എൻ്റെ സ്നേഹം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, അതാണ് എൻ്റെ സ്നേഹം എന്നുള്ളതാണ് ഒരു ചിന്താഗതി. പങ്കാളിക്ക് വേണ്ടി ഭക്ഷണം ചെയ്യുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കുക, കാല് തിരുമ്മിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ജോലികളിൽ സഹായിക്കുക, ഇതെല്ലാം ഇവരൊരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു കെയറിങ് എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്ത് ഒരു ഇരിക്കാനുള്ളൊരു ഇത്. പക്ഷേ അത് കൂടിപ്പോകുമ്പം, സെൽഫ് റെസ്പെക്റ്റ് പോകുമ്പം, വാല്യൂ നശിക്കുമ്പം ചെയ്യുന്നതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആ വാല്യൂ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അനുഭവിക്കാനും വേണം ഒരു ഭാഗ്യം കേട്ടോ. അങ്ങനെയുള്ള ഭാര്യമാരെ അല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ തന്നെ ഒരു ഭാഗ്യം വേണം. പക്ഷേ നിങ്ങൾ അങ്ങനെ ആൾക്കാരാരെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നിങ്ങളാണ് ഏഴിൽ ശനിയുള്ളവർ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കാൻ നോക്കുക. അത് നല്ല ക്വാളിറ്റീസൊക്കെ തന്നെയാണ്, പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ്. സെൽഫ് റെസ്പെക്റ്റ് കളയാതിരുന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, എന്നും നിങ്ങൾക്കുള്ള വാല്യൂവും സ്നേഹവും കിട്ടുകയും ചെയ്യും. കാരണം അവർ തിരിച്ച് ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഓൾറെഡി കുറച്ച് കഴിയുമ്പോൾ ഡിപ്പെൻഡഡ് ആവും. ഡിപ്പെൻഡഡ് ആയി കഴിയുമ്പോഴത്തേക്ക്
ഇവർ അതില്ലാതെ പറ്റാതാവും, വേണമെന്ന് തോന്നും, നിങ്ങളെ കൊണ്ട്. അതാണ് ആ സെൽഫ് റെസ്പെക്റ്റ് കളയരുത്, മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യണം. ഒരു രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കെയർ ഗീവർ റോളാണ്. കേറേട്ടത്തിയുടെ ഒരു പരിചാരക സ്വഭാവം, അല്ലെങ്കിൽ ഒരു പരിചാരിക സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു നേഴ്സിനെ പോലെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പങ്കാളിക്ക് വിട്ടുമാറാത്ത രോഗങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ കുളിപ്പിക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ വിധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ബാധ്യതയായിട്ടും കഷ്ടപ്പാടായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ തോന്നുക, എന്ത് നല്ലൊരു പയ്യനാണ്, പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ, അല്ലെങ്കിൽ എന്ത് നല്ലൊരു കൊച്ചാ, അവൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പം പറയും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ശനി 7 നിൽക്കുന്നവർക്ക് പങ്കാളിയെ ഇങ്ങനെ ശുശ്രൂഷിക്കാനും അവരൊരു സാറ്റിസ്ഫാക്ഷൻ ത്രൂ സർവീസ്, ആ ഒരു സർവീസ് ചെയ്യുന്നതിലൂടെ അവരൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിചാരകൻ അല്ലെങ്കിൽ ഒരു പരിചാരിക എന്ന് പറയുന്ന ആ ഒരു റോൾ, ആ ഒരു കെയർ ഗീവർ റോൾ എന്ന് പറയുന്നത് നന്നായിട്ട് ചെയ്യാൻ ഇവർക്ക് ശേഷിയുണ്ടാവും. കുറേ ഒബ്സർവേഷൻ്റെ ഭാഗമാണിതൊക്കെ. ഇതിനകത്ത് പലപ്പോഴും ഇതിൻ്റെ ഒരു വൈകല്യങ്ങളും കൂടി ഞാൻ പിന്നീട് പറയാം. കാരണം പ്രായത്തിൽ മൂത്തവരുമായിട്ടുള്ള ബന്ധം, വിവാഹം നടക്കാതിരിക്കലും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈകല്യങ്ങൾ ഈ ശനി മോശമായതുകൊണ്ട് അത് ഞാൻ പിന്നീട് നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാടുകൾ, വർക്കിംഗ് ഫോർ ലവ്, അത് സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കഷ്ടപ്പെടുന്ന ഒരു രീതി ഇവർക്കുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഇൻസെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ്. ശനി 7 നിൽക്കുന്നവർ, ശനി ലഗ്നത്തിൽ നിൽക്കുന്നവരൊക്കെ, 5-ൽ ശനി നിൽക്കുന്നവരൊക്കെ എന്ന് പറയുന്നത് പൊതുവെ ഇൻസെക്യൂർ ആയിരിക്കും എന്നുള്ളത്. അപകർഷതാബോധമുണ്ടാകും. ഷഡ്ബലത്തിൽ ഏറ്റവും ബലം ശനിക്ക് ഉള്ളവർ ഇവർക്ക് ഭയങ്കര കടുത്ത അപകർഷതാബോധമുള്ളവരായിരിക്കും. അപ്പം എന്നെ വെറുതെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല, ഞാനങ്ങനെ സ്നേഹിക്കപ്പെടേണ്ട ആളല്ല, അല്ലെങ്കിൽ എന്നെ അങ്ങനെ സ്നേഹിക്കാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ അവരെന്നെ സ്നേഹിക്കൂ എന്ന ചിന്ത. അതുകൊണ്ട് പങ്കാളിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഇവർ കഠിനമായി അധ്വാനിക്കുന്നു. ഞാൻ ഉപകാരിയല്ല എങ്കിൽ, അവർക്കൊരു യൂസ്ഫുൾ അല്ല എങ്കിൽ എന്നെ ആർക്കും വേണ്ട എന്ന ഭയം ഇവരെ വല്ലാണ്ട് നയിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇവരുടെ കൂടെയുള്ളവർ അത്യാവശ്യം സ്കിൽഡ് ആണെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അത് ആരുടെ അടുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. യോഗ്യതയുള്ള ഒരാളുടെ അടുത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും 7 ശനിക്കുന്നവരുടെ ഒരു വേറൊരു കുഴപ്പമെന്ന് പറയുമോ, നല്ല യോഗ്യതയുള്ളവർക്ക് ഇവർ ഇതൊന്നും ചെയ്തു കൊടുക്കത്തില്ല. നല്ല ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ വരും, അവരുടെ കൂടെ ചേരും, പക്ഷെ അവരെ ഇവർ ഇത് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്ത് ഇവരുടെ ഒരു മടി വരുമ്പോൾ അങ്ങനെ വരും. അതേസമയത്ത് ഇവരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ചില ആൾക്കാരുണ്ട്. ഇവരുടെ ഈ ഒരു സ്വഭാവത്തെ, ഈ പങ്കാളിയുടെ പ്രീതി പഠിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവരെ കഠിനമായിട്ട് ശ്രമിപ്പിക്കുന്നത്. അപ്പം ഇവർക്കൊരു ഉപകാരമില്ലെങ്കിൽ ഇവർ വളരെ ഇവരുടെ അപകർഷതാബോധത്തെ നന്നായിട്ട് പോഷിപ്പിച്ചു കൊണ്ടിട്ട് എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത യൂട്ടിലൈസ് ചെയ്യുന്നവരുടെ മുന്നിൽ ഇവർ എന്തും ചെയ്യും. അവർക്ക് ഷൂസ് വാങ്ങിക്കൊടുക്കുന്നു, വണ്ടി വാങ്ങിക്കൊടുക്കുന്നു, വീട് വാങ്ങിക്കൊടുക്കുന്നു, കാറ് വാങ്ങിക്കൊടുക്കുന്നു, എന്ത് വേണേലും ചെയ്യും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് വളരെ ക്ലാസി ആയിട്ടുള്ള ഇവരുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് ഇവരെ അതിനനുസരിച്ച് പോഷിപ്പിക്കുന്ന ഒരാളാണ് വന്നെങ്കിൽ ഒന്നും ചെയ്യാതെ മാറി ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. ഒരു ശനിയുടെ ഒരു വൈരുദ്ധ്യാത്മകം ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ അങ്ങ് ചെയ്താൽ പോരായിരുന്നേ എന്ന് ചോദിക്കുമ്പം നമ്മൾ അവരെന്നും കൂടെ ഉണ്ടാവുമെന്നങ്ങ് വിചാരിച്ചു പോയെന്ന്. അപ്പം ശനി 7 നിൽക്കുന്ന ഒരു ഭാഗ്യദോഷമായിട്ടും ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപകർഷതാബോധം, ഇൻസെക്യൂരിറ്റി ഇവർക്കുണ്ടാവും എന്നുള്ളത് ഓർത്തുകൊള്ളുക.
അത്യാവശ്യം ക്ലാസ്സിക് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്ന പാർട്ട്ണറാണെങ്കിൽ നന്നായി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നിങ്ങളുടെ അപകർഷതാബോധത്തെയും നിങ്ങളുടെ ഉപകാരമില്ല എന്നുള്ള തോന്നലിനെയും എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഭയത്തെയും യൂട്ടിലൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വന്തം ജീവിതം മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റീപേയിങ് കർമ്മിക് ഡെപ്റ്റ്, കർമ്മത്തിൻ്റെ ഒരു പൂർത്തീകരണം, ഒരു കടംവീടലാണ് 7th ഹൗസ് സാറ്റേൺ. ജ്യോതിഷപരമായ ഇതൊരു ഋണാനുബന്ധം അല്ലെ കാർമിക് ഡെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രധാന പോയിൻ്റാണിത്. മുൻജന്മത്തിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഇതുപോലെ പരിചരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കടം വീട്ടുന്നതാവാം. ഈ ജന്മത്തിൽ നിങ്ങളവരെ സേവിക്കുന്നതിലൂടെ, പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ദുരിതമാണല്ലോ എന്ന് പറഞ്ഞ് പ്രാകാതെ ഈ ജന്മത്തിൽ അവരെ സേവിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ കടം വീട്ടി തീർക്കുകയാണ് എന്നുള്ളത് ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഇതെൻ്റെ ഒരു കടമയാണ്, രോഗമായിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി, അതങ്ങ് ചെയ്തു തീർക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പങ്കാളി എത്ര മോശമായി പെരുമാറിയാലും ഇവർക്ക് അവരെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ട്രോമ ബോണ്ടിങ് പോലെ വരുന്നതല്ല ഇത്. കടമയാണെന്ന് മനസ്സിലാക്കുകയും അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി അവരെടുക്കാൻ നോക്കുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യാനുള്ളത് ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എന്നാൽ നിങ്ങളുടെ കടമകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു കടം വീട്ടൽ ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ആ അവെയർനെസ് ഇല്ലാതെ, ആ സെൽഫ് റെസ്പെക്റ്റ് കളയാതെ, ആ ഋണാനുബന്ധം, അതായത് ഒരു കടം വീടലാണെന്ന് മനസ്സിലാക്കാതെ ഇവരെന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന് പേടിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ, പുതിയ കർമ്മം വരും. ആ കർമ്മം ക്ലെൻസ് ആവില്ല. ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പ് എപ്പോഴും ബ്രേക്ക് ആവുന്നത് അതിനെ അവെയർനെസ്സോടുകൂടി അത് ചെയ്യാനുള്ളതാണ്, അതെനിക്കൊന്നും കിട്ടാനില്ല, ഇതെനിക്ക് ചെയ്യാനുള്ളതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിലാകാതെ നമ്മൾ ഗട്ട് ഫീലിങ്ങിനെ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡ്യൂട്ടീവ് ഇൻ്റലിജൻസിനെ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനൊന്നും സയൻറ്റിഫിക് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം 100 മനുഷ്യർ 100 തരത്തിലാണ്, യുണീക്കാണ് എല്ലാവരും. അപ്പോൾ കോമൺ ആയിട്ടൊരു എവിഡൻസ് ഒന്നും ഇതിനില്ല. ഇത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂ ഉണ്ട്. കോമൺ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിലെ ആൾക്കാർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ഉണ്ട്, നമുക്ക് നമ്മുടെ വാല്യൂ ഉണ്ട്. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ നിന്നും നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസ്, നമ്മുടെ ഇന്നർ ഗട്ട് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കഴിയുമ്പം അപ്പം എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള പേടിക്കപ്പുറമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ള പേടിയോടുകൂടി ചെയ്യുന്നത് എന്തും അകൽച്ചയുണ്ടാക്കും. ഭാവിയിൽ അത് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ്. ബൂമറാങ് പോലെ ആൾ മാറും, സ്ഥലം മാറും, കർമ്മ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡും കൂടെ ഞാൻ ഒന്ന് പറയാം. അപകടകരമായിട്ടുള്ള ഒരു വശം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ സേവന മനോഭാവം അതിര് വിട്ടാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പലരുടെയും ജീവിതം നശിച്ച് നാറാണക്കല്ലായിട്ട് പോയത് നമുക്ക് കാണാൻ പറ്റും. കാരണം അർഹതയില്ലാത്തവർക്ക് ദാനം കൊടുത്താൽ, അർഹതയില്ലാത്തവരെ സേവിച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്നുള്ളതാണ്. ദാനം ഏറ്റവും വലിയ കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ കാര്യമാണ്, പ്രാർത്ഥന ഏറ്റവും വലിയ നല്ല കാര്യമാണ്. അതേപോലെ മറ്റുള്ളവരെ സേവിക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. പക്ഷേ അർഹതയില്ലാത്തവരെയാണെങ്കിലോ, ദാനം അർഹതയില്ലാത്തവൻ്റെ കയ്യിലാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കുന്നത് ലോകത്തിൻ്റെ നാശോന്മുഖമായിട്ടുള്ള അല്ലെങ്കിൽ അധോമുഖ വിഷയങ്ങളിലേക്കായിരിക്കും. അധോമുഖമായി ചിന്തിക്കുന്നതിൻ്റെ അടുത്താണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള സ്നേഹവും ജീവിതവും നിങ്ങളുടെ സമയവും സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അധപ്പതനത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം പങ്കാളി നിങ്ങളൊരു ജോലിക്കാരനെ പോലെയോ, പങ്കാളി നിങ്ങളെ ഒരു ജോലിക്കാരനെ പോലെയോ
ജോലിക്കാരിയെ പോലെയോ കാണാൻ തുടങ്ങുകയും നിങ്ങളുടെ ത്യാഗത്തിന് അവർക്ക് ഗ്രാസിൻ്റെ വിലയാണ്, പുല്ല് വിലയായിരിക്കും എന്നുള്ളതാണ്. ഗ്രാസിന് പിന്നെ വിലയുണ്ട്. പൂജയ്ക്കൊക്കെ കറുകയൊക്കെ 3 കൂട്ടി കിട്ടിയത് 144 മേടിക്കണമെങ്കിൽ നല്ല വിലയാണ്. അല്ലെങ്കിൽ ചെയ്ത് മേടിക്കുന്നതിന് അത്യാവശ്യം ദക്ഷിണ കൊടുക്കണം. അല്ലെങ്കിൽ ഗണപതി ഹോമത്തിൽ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന മുക്കുറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ പുൽച്ചെടി മേടിക്കണമെങ്കിൽ അത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കേട്ടോ, മുക്കുറ്റിയും കറുകയൊക്കെ. അപ്പോൾ ഈ ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടുള്ള മുക്കുറ്റിയൊക്കെ ഒരാൾ പറിച്ച് കഴുകി കൊണ്ടുവന്ന് കെട്ടിത്തരുന്നതിന് അതിനൊരു വിലയുണ്ട്. ആ വില പോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നന്ദികേട് എന്ന് പറയുന്നൊരു സാധനം, നിങ്ങൾ എന്ത് ചെയ്താലും ഇതൊക്കെ നിൻ്റെ കടമയല്ലേ എന്ന മനോഭാവമായിരിക്കും. നീ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതൊക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ, നിന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല ഞാൻ, നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ്, അല്ല നിങ്ങൾക്കിത് എന്തിൻ്റെ കുറവാണ് മിസ്റ്റർ ജിനേഷ് ജി, നിങ്ങൾ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക്, ഒരു വല്ലാത്ത ഭീകരാവസ്ഥയിലേക്ക് പോകും. ഭഗവാനെ അവരാരാന്ന് പോലും ഓർമ്മയില്ല. അവരിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ശപിക്കില്ലേ അത്. കാരണം ഇതൊരു തമാശ പോലെ പറയുന്നതാണ്, പലരുടെയും ആൾക്കാരുടെയും കാര്യത്തിൽ ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ആ മനോഭാവത്തിൽ ആയിരിക്കും ഇടപെടുന്നത്. അപ്പം നന്ദികേട് ഉണ്ടാവാനുള്ളത് അതൊരു വലിയ ഡാർക്ക് സൈഡാണ്, വളരെ വേദനാജനകമാണ്. ഇത്രയൊക്കെ കുറേ വർഷം ചെയ്തു കൊടുത്തിട്ട് ജോലി ചെയ്ത് ഇതിനോടൊപ്പം ജോലിയും ചെയ്ത് ഈ ഒരു ഇൻസെക്യൂരിറ്റി കാരണം ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്കും പോകാതെ, അല്ലെങ്കിൽ ഇവരെ മാത്രം സ്നേഹിച്ച് അവരെ ഇങ്ങനെ സേവിച്ചിരുന്നിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ചതി ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടായി, ഇപ്പം എന്താ കാരണം? നിന്നെപ്പോലെ ഒരാളെ ഞാൻ ഇത്രയും കാലം സഹിച്ചില്ലേ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാളെ ഇത്രയും കാലം സഹിച്ചില്ലേ. എനിക്ക് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ട് നിങ്ങളൊന്നും എനിക്ക് അത്ര ഇല്ല എന്ന് പറഞ്ഞ് അടിച്ച് താഴ്ത്തുന്ന ഒരു രീതി, നാർസിസം ഒന്നുമല്ല, നാർസിസം വേറെ ഇത് അടിച്ചു താഴ്ത്തുന്ന ഒരു രീതി ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടു എന്ന് വരുമ്പം തോന്നിക്കഴിയുമ്പോൾ ഏതൊരു കള്ളനും കള്ളിയും പറയുന്ന സ്ഥിരം ഡയലോഗുകളായി. ശനിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ പറയണമെന്ന് വെച്ചതാണ് പണ്ടേ, പക്ഷേ ഞാനിതെന്തോ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വയ്യാത്തത് കൊണ്ടാണ് ഞാനിതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. കാരണം പല കാര്യങ്ങളും, പല എക്സ്പീരിയൻസുകളും, പലരുടെ ജീവിതത്തിൻ്റെ കഥകളും ഒക്കെ നമ്മളോട് പറഞ്ഞതിൻ്റെ ശകലങ്ങൾ, അത് നമ്മൾ ഓർമ്മയിലുള്ളതൊക്കെ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും. അതൊക്കെയാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. എല്ലാം ഒന്നും പ്രിപ്പയർ ചെയ്തോ എഴുതി വെച്ചോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ കുറേയൊക്കെ അനുഭവങ്ങളാണ്, പലരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ ഒരാളുടെ അനുഭവം ഒരാളുടെ മാത്രമല്ലേ? അപ്പം അത് ശരിയാണ്, ഒരാളുടെ അനുഭവം ഒരാളുടെ മാത്രമാണ്. ഇതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, ഒരാൾ എങ്ങനെയൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ഒരു പുരുഷനെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ ആ സ്ത്രീക്കൊരു നല്ല വേദന ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ആ പ്രസവ വേദനയുടെ അതേ ഡെപ്തിൽ തന്നെ അറിയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് കാണുന്ന ആളിന് മനുഷ്യത്വമുള്ള ഒരാളാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാം അത് അവർ വളരെ വേദനയുള്ള. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ ഒക്കെ അവരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന ആ വേദനയുടെ ഒരു ഡെപ്ത് നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ, അവരുമായിട്ട് ഇടപെടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം ഇല്ലെങ്കിലും പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരെ വളരെ ശക്തമായിട്ട് അവരുടെ ഒരു റേഞ്ചിലിരുന്ന് ഒരു താതാത്മ്യഭാവത്തോടു കൂടി കേൾക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും സങ്കടം വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കണ്ണാടി പോലെ പ്രതിഫലിക്കുന്ന രീതിയിലിരിക്കുമ്പം പലപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഈ പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ ഒരു ചിന്ത ഇത് ഏത് ഗ്രഹത്തിൻ്റെ. അപ്പോൾ ജാതകം എടുത്ത് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ 7ാം ഭാവം വെച്ച് ഞാൻ ഇതിനെ ഒന്ന് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്, ഈ ടൂളുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെൻ്റെ ഒരു തിങ്കിങ് മെത്തേഡാണ്. ഇതൊക്കെ നിങ്ങൾ പരിശീലിക്കുക, ഇതൊക്കെ ശീലിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അർഹതയില്ലാത്തടത്ത് കൊണ്ടിട്ടാൽ
മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലയോ എന്നുള്ളതിനല്ല, നിങ്ങൾക്ക് മനസ്സിലാകുക, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. പ്രപഞ്ചത്തിലൊരു സത്യമുണ്ട്, വാല്യൂ. നമ്മളുള്ളിലിരിക്കുന്ന ഈശ്വരൻ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. സർവ്വതിൻ്റെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അംശമാണ് നമ്മൾ. സർവ്വതെന്ന് പറയുമ്പോൾ ഞാനും ഉണ്ടെന്നുള്ളതാണ്. ഞാനും നിങ്ങളുമുണ്ട്, സർവ്വചരാചരങ്ങളുമുണ്ട്. അപ്പോൾ അതിലുള്ളിരിക്കുന്ന ഒരു ഈശ്വരാംശമുണ്ട്. ഈശ്വരൻ്റെ കരസ്പർശങ്ങളാൽ ഉണ്ടായതാണെല്ലാം. അപ്പം നല്ലതും ചീത്തയും എന്നുള്ളതിനേക്കാൾ ഇവർ എല്ലാത്തിലും ഒരു ഈശ്വരീയതയുണ്ട്. അപ്പം അതിനെ ഈക്വലായിട്ട് കാണുന്നവരിലേക്ക് വേണം. ആ വിഷമം കാണുമ്പോൾ നമുക്ക് ആ മനുഷ്യത്വം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് നമ്മളുടെ ഒരു സഹായം ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള സമയത്തിനിടയിൽ അനുവദിച്ച് കിട്ടിയ സമയമാണ് ഇതിനെല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ത്യാഗം, സമയമാണ്. ഇന്ന് സമയം കളയാൻ ആൾക്കാരെ നോക്കുന്നത്. പക്ഷേ സമയത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ്. ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ പർപ്പസിൽ നിന്ന് നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ അധികം സമയമൊന്നുമില്ല എന്നുള്ളത്. എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാനുള്ള സമയമെങ്കിലും എനിക്ക് കിട്ടുമോ എന്നുള്ള ചിന്ത വരും. സമയത്ത് ഒരു ലക്ഷ്യബോധവുമില്ലെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. ടെൻഷൻ അടിക്കാൻ സമയമുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മഹത്തായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആനന്ദത്തെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മഹത്തായ ലക്ഷ്യം, മോക്ഷമൊന്നും അല്ല കേട്ടോ. മോക്ഷമൊക്കെ അൾട്ടിമേറ്റ് കേട്ടോ, ഹയർ ലെവൽ ചിന്തിക്കുന്ന ഒരു PhD ലെവലിലാണ്. പക്ഷേ ഒരു 10ാം ക്ലാസ് ലെവലിൽ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെ ജീവിതം ഭംഗിയാക്കണം, 10 പേരെ സഹായിക്കണം, നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ തന്നെ വലിയ പാടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറ്റിക്കുന്നത് ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു വളരെ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ്. അതങ്ങനെ ആക്കിയെടുക്കണം, നമ്മളൊന്ന് റൊട്ടീൻ ആക്കിയെടുക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് അത് ഇത് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗാഡ്ജറ്റ്സിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് സമയം വളരെ കുറവാണെന്ന് ഫീൽ ചെയ്യും നമുക്ക്. ഓരോ ദിവസവും ജെറ്റ് പോകുന്ന സ്പീഡിൽ, സൂപ്പർസോണിക് ഹൈപ്പർസോണിക് സ്പീഡിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതെന്നുള്ള ഫീല് നമുക്ക് വരികയും ചെയ്യും. അപ്പം 7ാം ഭാവത്തിൽ ശനിയുള്ളവർ ടു ലവ് ഈസ് ടു സെർവ് എന്നുള്ളത്, സേവിക്കുക എന്നുള്ളതാണ് സ്നേഹം എന്നുള്ളതൊക്കെ ഒരു തത്വമാണ്. 7th സാറ്റേണിൻ്റെ ഒരു പ്രിൻസിപ്പിളാണതൊക്കെ. ഇവർക്ക് കിട്ടുന്ന പങ്കാളി പലപ്പോഴും ഇവരുടെ ഈ സേവനം ആവശ്യമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഇവരുടെ പങ്കാളി ഇവരെ ഇങ്ങനെ നോക്കുന്നവരായിരിക്കാം. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയുടെ അവസാനമായിട്ട്, സേവനം വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തെ കളഞ്ഞുകൊണ്ടാവരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. സെൽഫ് റെസ്പെക്റ്റിനെ കളഞ്ഞുകൊണ്ടാവരുത്, അല്ലെങ്കിൽ അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ടാവരുത് എന്നുള്ളത് സാറ്റേണിൻ്റെ കാർമിക് ഡെപ്റ്റ് ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു. ബൈ ബൈ. നമസ്കാരം.